നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. സേവനമനുഷ്ഠിക്കവേ മരണപ്പെട്ട SCPO സജ്ന MKയുടെ കുടുംബത്തിന് തുക കൈമാറിയത് 13,27,500 രൂപ. മാനിക്കപ്പേടിക താണിക്കുന്നേൽച്ചിറ റോഡ് നിർമ്മാണോദ്ഘാടനം നടത്തി. റോഡ് നിർമ്മിക്കുന്നത് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ച് മാത്യു കുഴൽനാടൻ MLA നിർമ്മാണോദ്ഘാടനം നടത്തി. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്ന VR ദിവാകരൻ നായർ അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി N അരുൺ അനുശോചന പ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി തിത്കാട് റിഫായി ഗ്രാൻഡ് സംഗമം സംഘടിപ്പിച്ചു. പെരുമറ്റം മക്കാം മസ്ജിദിന് സമീപമാണ് സംഗമം സംഘടിപ്പിച്ചത്. പെരുമറ്റം സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബു സുവദ ഷാൻ ബാഖവി സംഗമം ഉദ്ഘാടനം ചെയ്തു. പായിപ്പട പഞ്ചായത്തിൽ വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന്റെ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. സേവനമനുഷ്ഠിക്കവേ മരണപ്പെട്ട SCPO സജ്ന MKയുടെ കുടുംബത്തിന് മൂവാറ്റുപുഴ DYSP PM ബൈജു തുക കൈമാറി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കവേ മരണപ്പെട്ട SCPO സജ്ന MKയുടെ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ എറണാകുളം റൂറൽ, കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബസഹായ നിധി വിതരണം ചെയ്തത്. മൂവാറ്റുപുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ DYSP PM ബൈജു കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറി. സാമ്പത്തികം മാത്രമല്ല, നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ഇമേജ് നമുക്ക് വളരെ വലുതാണ്. അത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് ആ വീട്ടിലും അവരുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന കാര്യം വലുതല്ല. കാരണം പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലുള്ളവരൊക്കെ സേഫായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനും എന്തിനും ഓടി നടക്കാനും എവിടെ ഏത് കാര്യം പോയി നടത്തിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ അതില്ലാതെ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുന്നത് വളരെ വലുതാണ്. ഒരു വ്യക്തിയുടെ മരണം അതിന് പകരമില്ല എങ്കിൽ പോലും സാമ്പത്തികമായി അവരെ സഹായിക്കാൻ പറ്റും. അതുപോലൊപ്പം തന്നെ അവരുടെ തുടർന്നുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യത്തിൽ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാര്യത്തിനും മറ്റേ തുടർ ജോലി ലഭിക്കുന്ന കാര്യത്തിനൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ ഒരു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്ന കാഴ്ച കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ സേനാംഗങ്ങളും ഈ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സഹായ നിധി യാതൊരു തടസ്സവും കൂടാതെ അല്ലെങ്കിൽ ഒരു എതിർപ്പും കൂടാതെ എല്ലാവരും സ്വമനസാലെ ശമ്പളത്തിൽ നിന്ന് നൽകി അവരുടെ ആ ഡെഡിക്കേഷൻ കൊണ്ട് ലഭിക്കുന്ന തുകയാണ് ആദ്യം ഈ വീട്ടുകാരുടെ കൈവശെത്തുന്നത്. കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും ഇരു സംഘടനകളിലെയും മുഴുവൻ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 13,27,500 രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. KPOA സംസ്ഥാന നിർവാഹക സമിതി അംഗം ബെന്നി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPA ജില്ലാ സെക്രട്ടറി PA ഷിയാസ്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ, മാറാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജിജോ, മാറാടി പഞ്ചായത്ത് മെമ്പർ ജിബി മണ്ണത്തൂക്കാരൻ, മൂവാറ്റുപുഴ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം, KPA ജില്ലാ കമ്മിറ്റി അംഗം KV ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാനിക്കപ്പേടിക താണിക്കുന്നേൽച്ചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മാത്യു കുഴൽനാടൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മാനിക്കപ്പേടിക താണിക്കുന്നേൽച്ചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കണം. ഞാൻ ഇതിനൊരു അവസരം തന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രത്യേകിച്ച് ജോസേട്ടനും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട്, കാരണം ഞാനിപ്പോൾ MLA എന്ന നിലയിൽ നടന്നാലും ഇങ്ങനെയൊരു വഴിയുണ്ടെന്നോ ഇങ്ങനെയൊരു കുറേ ആളുകൾക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഗുണകരമായ ആ പണം ചെലവഴിക്കാൻ കഴിയുമെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രയോറിറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പക്ഷേ
മുൻനിരയിൽ നിന്നും തള്ളപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകളെ തേടി കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യത്തിന് വേണ്ടി മുൻകൈ എടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി, പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് മേലത്ത്, NM ജോസഫ്, ഡോളി സജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നിസാർ പാലക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. CPI മൂവാറ്റുപുഴ മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്ന VR ദിവാകരൻ നായർ അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി N അരുൺ അനുശോചന പ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുൻ MLA എൽദോ എബ്രഹാം, KA നവാസ്, ജില്ലാ കൗൺസിൽ അംഗം EK സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലാമ മൂവാറ്റുപുഴ മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിത്കാട് റഫായി ഗ്രാൻഡ് സംഗമം സംഘടിപ്പിച്ചു. പെരുമറ്റം മക്ക മസ്ജിദിന് സമീപം സംഘടിപ്പിച്ച സംഗമം പെരുമറ്റം സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബു സുഅദാഷാൻ ബാഖവി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് റിഖായി അനുസ്മരണം, ആണ്ട് നേർച്ച, റിഫായി റാത്തീബ്, മൗലിദ്, സ്വാലത്ത് മജ്ലിസ് തുടങ്ങിയവ ഗ്രാൻഡ് സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പായപ്പട പഞ്ചായത്ത് 5-ാം വാർഡിൽ നിർമ്മിക്കുന്ന വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.